ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ ആണ് വണ്ടിക്ക് ഒരു ചെറിയ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കേണ്ടതാണ്. അത് നിലവിൽ രാവിലെയൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ മിസ്സിങ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മൾ വരുമ്പോൾ വണ്ടി കംപ്ലയിൻറ്റ് പറഞ്ഞ് വരുന്ന സമയത്തും ഓടിച്ച് നോക്കുമ്പോൾ ആക്സിലേറ്റർ കുറച്ചിട്ട് എടുക്കുന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ് പോലെ കാണിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ പ്ലഗ് അഴിച്ച് നോക്കുമ്പോൾ പ്ലഗിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കാർബണിൻ്റെ കരി കൂടുതലായിട്ട് കാണുന്നുണ്ട് ഹെഡിൽ. കാരണം ചെറിയൊരു ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ളൊരു കരിയാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും നമ്മൾ നോക്കി. എയർ ഫിൽറ്റർ നമ്മൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡാണ്, ലോക്കലായിട്ടാണ്. പക്ഷെ എന്നാൽ പോലും പുതിയതാണ്. തൽക്കാലം നമുക്ക് എയർ ഫിൽറ്റർ വേറെ പ്രശ്നമൊന്നുമില്ല, മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ മേടിച്ചിട്ടാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. കാർബേറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബേറ്ററിൻ്റെ ഈ സ്ലോ ജെറ്റാണ് ബ്ലോക്ക് ആയേക്കണേ. അപ്പോൾ ഈ സ്ലോ ജെറ്റ് ഇടയ്ക്ക് മാറ്റിയതുപോലെ അങ്ങനെ എന്തോ പറയണ്ടായി, പക്ഷേ നിലവിൽ മാറ്റിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ അതേ പഴയ ഇത് തന്നെയാണ് കിടക്കുന്നത്. കാർബേറ്ററിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴും അത്യാവശ്യമായ എയർ ഹോളിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു ബ്ലോക്ക് പോലെ, അതായത് കാർബൺ നിന്നിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, കാണിക്കണുണ്ട്. അത് നമുക്കത് ഈ ഒരു ക്ലീനർ വെച്ചിട്ട് വേണം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു സ്ലോ ജെറ്റും ആ പ്ലഗും മാറ്റിയിടാം. അതിന് ശേഷം നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി റെഡി ആവുന്നതാണ്. ഇതിൻ്റെ ശരിക്കും ഒരു മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പെട്രോളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇപ്പോൾ വന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പഴയ മോഡൽ വണ്ടികൾക്ക് ആ രീതിയിലുള്ള എൻജിൻ ഡിസൈനിങ് അല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയുടെ എൻജിൻ ഡിസൈനിങ്ങിൽ. ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് E20 പെട്രോളിൻ്റെ ആ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് അതിനാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ വണ്ടികൾ അതിന് സപ്പോർട്ടിങ് ആണ്. അതിൻ്റെ ജെറ്റ് മോഡലാണ്, അത് ഫ്യൂൽ പമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വണ്ടികൾക്ക് അത് മാക്സിമം സപ്പോർട്ടിങ് ആയിരിക്കും. പക്ഷേ പഴയ മോഡൽ വണ്ടികൾക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടാലും കുറേ കഴിയുമ്പോൾ അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ പെട്രോളിനകത്ത് എത്തനോളിൻ്റെ അംശം കൂടുതലാണ്. ഒരു 20% എത്തനോളാണ് പെട്രോളിനകത്ത് വന്നത്. ഗ്യാസിൽ ഒരു 80% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ പെട്രോളിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ശരിക്കും ഈ ജെറ്റുകൾ ബ്ലോക്ക് ആവാനായിട്ടുള്ള ഒരു ചെറിയ ഒരു കാരണമാണ്. കാരണം അതിൻ്റെ ഉള്ളിലൊരു ഫംഗസ് പോലെ വരും, അത് അങ്ങനെ വന്നിട്ടാണ് ബ്ലോക്കായി പോകുക. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിടുമ്പോൾ സംഭവം റെഡിയാവും. കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സാധാരണക്കാർ കൂടുതൽ പഴയ പോലെ ആയിരിക്കില്ല, അതിന് മുമ്പ് തന്നെ ബ്ലോക്കിങ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിലവിൽ കേട്ടോ. കാരണം അത് റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസ്, ഓരോ കംപ്ലയിൻറ്റുകൾ ഇങ്ങനെ നിലവിൽ കാണിക്കുന്നുണ്ട്. അത് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളുകളാണ് മെയിനായിട്ടുള്ളൊരു വില്ലനായിട്ട് വന്നേക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് ഈ വണ്ടിക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത്, കാരണം ഇതിൻ്റെ അടിയിലൊക്കെ നോക്കുമ്പോൾ അറിയാം ഒരു വെള്ള പൗഡർ പോലെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഈ ക്ലീനർ വെച്ച് അടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോരും. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റാം. സ്ലോ ജെറ്റ് മാറ്റാം, പ്ലഗ് മാറ്റിയിടാം. ഇത്രയും കേസാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് കേട്ടോ. അതിനുശേഷം ഓടിച്ച് നോക്കിയിട്ട് ബാക്കി അതിൻ്റെ കണ്ടീഷൻ പറയാം. ഓക്കെ.